ഇനി സലാം അറേബ്യയുടെ വേദിയിൽ ചിരിയുടെ വസന്തമാണ്. ചിരിക്കാൻ കൊതിക്കുന്ന ഏവർക്കും സുപരിചിതമായ നാമം രമേശ് പിഷാരടി. ഒപ്പം സഹയാത്രികൻ ധർമ്മജനും ചിരിലോകത്തെ പെൺപെരുമ സുബിയും. ഇവർ മൂവരും ചേർന്നൊരുക്കുന്ന ചിരിക്കാഴ്ച ഇതാ നിങ്ങൾക്കായി. സൂപ്പർ ഹിറ്റ് പുണ്യ പുരാണ പരമ്പരകളായ കുചേല വൃത്തം, കുചേല ചതുരം, കുചേല ത്രികോണം എന്നിവയ്ക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ പരമ്പര വെറുതെ ഒരു ശാപം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശാകുന്തളം എന്ന കഥയുമായി എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അത് വെറും യാദൃശ്ചികം മാത്രം. മറക്കാതെ കാണുക വെറുതെ ഒരു ശാപം. കാലിൽ മുള്ളു കൊണ്ട് ഞാൻ അപ്പഴേ പറഞ്ഞത് അച്ഛനോട് മീൻ കഴിച്ചിട്ട് മുള്ളു മുറ്റത്ത് കൊണ്ടിടരുതെന്ന്. രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കണേ. ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ രക്ഷിക്കാൻ പറ്റിയ സമയമാ. അയ്യോ, ഈ കുമാരിയെ രക്ഷിക്കണേ, ഈ കുമാരിയെ രക്ഷിക്കണേ. കുമാരി കാലിൽ മുള്ളു കൊണ്ട് കേറി നിൽക്കുന്നത് കുമാരി, അത് കണ്ട് ദൂരെ നിന്ന് ഓടി വന്നത് കുമാരി, നീ ഒറ്റക്കാലിൽ നിന്നാടുതേ. ഓ, ഈ മുടിഞ്ഞ പാട്ടൊന്ന് നിർത്തിട്ട് മുള്ള നിർത്തി തരുന്നുണ്ടോ? സോറി, ഞാൻ സഹായിക്കാം. അയ്യോ അയ്യോ, വേദനിക്കുന്നു. കുഴപ്പമില്ല, കെട്ടിപ്പിടിച്ച് നിന്നാ മതി. എന്റെ ഈശോയെ, ഇപ്പഴാ ആശ്വാസമായത്. കുട്ടിക്ക് ആശ്വാസമായി, എനിക്ക് വിശ്വാസമാകുന്നില്ല. ഈ കാനനപാതയുടെ പുറംപോക്കിൽ ആശ്രമം തീർത്ത നീ ആരെന്ത്? നിന്റെ പേരാണ്? അല്ല, നീ ആരാണ്? നിന്റെ പേരെന്ത്? ഞാൻ ജയന്തി. വീട്ടിൽ വിളിക്കുന്ന പേര് തങ്കമ്മ, നാട്ടുകാര് വിളിക്കുന്നത് പറയണമെന്നില്ല, ഞാൻ ജയന്തി എന്ന് തന്നെ വിളിച്ചോളാം. ഈ മുനികുമാരിയുടെ ആശ്രമാങ്കണത്തിലെത്തിയ നിങ്ങളുടെ പേര്? ഞാൻ ഉന്നത കുലജാതനും ആയോധന കലകളിലൂടെ നാട്ടുരാജാക്കന്മാരെയും ഇടപ്രഭുക്കന്മാരെയും അമ്പരിപ്പിക്കുന്ന പൊടിമോൻ. എനിക്കറിയാം, അങ്ങ് മന്ത്രതന്ത്രങ്ങൾ സ്വായത്തമാക്കിയവനാണെന്ന്. ആര് പറഞ്ഞു? ഞാൻ കണ്ടതല്ലേ, ദൂരെ കൂടി അങ്ങ് മെല്ലെ മന്ത്രം ഉരുവിട്ടുകൊണ്ട് വരുന്നത്. അത് മന്ത്രം ഉരുവിട്ടോണ്ട് വന്നതല്ല, പിന്നെ ഞാനൊരു ബബിൾഗം ചവച്ചതാ. ഭവതി മുള്ളുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ഏതോ ഉഗ്രവിഷമുള്ള പാമ്പ് ഫണം വിടർത്തി കൊത്തിയതാണെന്ന്. എനിക്ക് പാമ്പിനെ ഒന്നും ഭയമില്ല. ഭയമില്ലെന്നോ? അതേന്നേ, കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കുന്ന പണി എന്റെ അച്ഛൻ അറിയാന്നേ. എന്നാ പേടിക്കാനില്ല. പക്ഷേ ഇപ്പൊ അച്ഛൻ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്താറില്ല. അതെന്താ? ഒരിക്കലേ കടിച്ച പാമ്പിനെ അച്ഛൻ വിളിച്ചു വരുത്തി. ആ പാമ്പ് വന്ന് കടിച്ചവനെ 2 കടിയും കൂടെ കടിച്ചു. അച്ഛനെ കടിക്കാൻ 4 കിലോമീറ്റർ ഓടിക്കുകയും ചെയ്തു. കടിച്ചതേത് പാമ്പാ? നീർക്കോലി. വിളിച്ചു വരുത്തിയതോ? അണലി. അയ്യോ, ഈ ആശ്രമത്തിൽ പാമ്പ് വരേണ്ട കാര്യം? അച്ഛനില്ലാത്തപ്പോ എലി വരും. എലിയെ പിടിക്കാനാ പാമ്പ് വരുന്നേ. അപ്പൊ അച്ഛനുള്ള എലി വരൂല്ലേ? ഇല്ല. കാരണം അച്ഛന് പൂച്ചക്കണ്ണാ, അത് കാണുമ്പോ എലിക്ക് പേടിയാ. വന്യമൃഗമായ എലിയെ പോലും പേടിപ്പിക്കുന്ന ജയന്തിയുടെ അച്ഛന്റെ പേര് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ കെ ഗോപി. കെ ഗോപി? ആ, കാട്ടുപറമ്പി കൃഷ്ണന്റെ മകൻ ഗോപി. അപ്പോൾ ഗോമ്മ? അല്ല, അമ്മ. അമ്മ പണ്ടൊരു രാത്രിയിൽ പറക്കമുറ്റാത്ത എന്നെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് നാടിനെ നടുക്കിയ ഒരു ഉരുൾപൊട്ടലിൽ കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. സബാട്രീസ്. ഈ 14 ലോകവും ചുറ്റി സഞ്ചരിച്ച എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 14 ലോകോ? അത് ഞാൻ ചുമ്മാ കണക്കൊപ്പിച്ചങ്ങ് പറഞ്ഞതാ. അച്ഛനും ഇതേ നുണ തന്നെയാ എല്ലാരോടും പറയുന്നേ. പക്ഷേ കുമാരി എന്നോട് നുണ പറയരുത്. സത്യം പറ, കുമാരിക്ക് എന്നെ ഇഷ്ടമായോ? ടെറ 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 ബൈട്ട കാതൽ ഇருக்கு, നീയോ ബിട്ട് ബിട്ട ബൈട്ട് പനായ റോങ് ഇருக்கு. സെൽഫി പുള്ള give me a selfie pull up, give me a let's take a selfie pull up, give me a selfie pull up, give me a let's take a selfie pull up. ചിരിക്ക് ചിരിക്ക് ചിരിക്ക്. Selfie pull up. അയ്യോ, ബാറ്ററി തീരാറായി. ജയന്തി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. മടക്ക യാത്രയിൽ എന്നെ അനുഗമിച്ചാൽ കൊട്ടാരത്തിലുള്ള സർവ്വ സുഖ സൗകര്യങ്ങളും ഞാൻ ജയന്തിക്ക് തരാം. അരുത് കുമാര, ഈ കാടും ഇവിടുത്തെ ഈ പ്രകൃതിയും ഉപേക്ഷിക്കാൻ ഈ പാവം മുനിപ്പെണ്ണിനെ നിർബന്ധിക്കരുത്. നിർബന്ധിച്ചാൽ എന്റെ സ്വഭാവത്തിന് ഞാൻ കൂടെ ഇറങ്ങി അങ്ങ് വരും. പോന്നോളൂ. എനിക്ക് അച്ഛനോടൊന്ന് ആലോചിക്കണം. എന്താ തുമ്മണോ? ആക്ച്വലി അച്ഛൻ ഇപ്പൊ എവിടെ പോയി? ഓ, എന്ന് അച്ഛൻ രാവിലെ ക്ഷേത്രത്തിൽ പോയതാ. ഇനി വൈകിട്ടേ വരൂ. അത്രയ്ക്ക് ഭക്തിയാണോ അച്ഛന്? ഏയ്, അച്ഛൻ അവിടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന ജോലിയാ. കട അടയ്ക്കുമ്പോ രാത്രിയാവും.
ഏതായാലും ക്ഷിപ്ര ഗോപിയും ക്ഷിപ്രപ്രസാദിയുമായ കെ ഗോപി വരുമ്പോൾ കൊട്ടാരം വരെ ഒന്ന് വരാൻ പറയണം. എന്തിനാ? അച്ഛന് പട്ടുമടയും കൊടുക്കാനാ? അല്ല, കൊട്ടാരത്തിനൊരു പുതിയ പട്ടിയെ വാങ്ങിച്ചിട്ടുണ്ട്. അത് പരിചയമില്ലാത്തവരെ കണ്ടാ കടിക്കുമോന്നറിയാനാ. അരുത്. എന്നെ ഗുണദോഷിക്കാനും ശകാരിക്കാനും ഈ ലോകത്ത് അച്ഛൻ മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ഫ്രീ ആയി. നമുക്ക് അടിച്ചു പൊളിക്കാം. പ്രിയേ, എങ്കിൽ നമുക്ക് ആ കുളത്തിൽ പോയി മുങ്ങി കുളിക്കാം. അയ്യോ വേണ്ട. ആ കുളത്തിൽ മനുഷ്യനെ തിന്നുന്ന ഫിസുകളുണ്ട്. എന്ത് ഫിസുകളോ? 7 ശാസ്ത്രങ്ങളും 16 വേദങ്ങളും കോപ്പിയടിച്ചു പഠിച്ച ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഗോപിയുമായ കെ ഗോപിയുടെ മകൾ വിദ്യാഭ്യാസമില്ലാത്തവരെ പോലെ മീനിന് ഫിസ് എന്ന് പറയരുത്. പിന്നെ സ്വിഫ്റ്റ് അങ്ങനെ വേണം പറയാൻ. ഈ അറിവിന് മുൻപിൽ ഞാൻ സാഷ്ടാംഗം പ്രസവിക്കുന്നു. പ്രിയേ, മടക്കയാത്രക്ക് ഞാൻ ഒരുങ്ങട്ടെ. പോകുന്നത് ഇല്ല, നമ്മുടെ കൊട്ടാരത്തിൽ ആകെ ഒരു കുതിരയേ ഉള്ളൂ. എങ്കിൽ പിന്നെ അതിനെ കൊണ്ടുവരായിരുന്നില്ലേ? എങ്ങനെ കൊണ്ടുവരും? കുതിരക്ക് ഇന്നൊരു കല്യാണോട്ടം കിട്ടി, അതിന് പോയിരിക്കുക. ഇന്ന് നടന്ന് എന്റെ ഊപ്പാട് വരും. ഞാൻ പോട്ടെ. കുമാരിയെ കാണാൻ വീണ്ടും ഞാൻ ഈ കാട്ടിലേക്ക് വരും. ഇപ്പോൾ ഞാൻ പോട്ടെ. കുമാര, ഒന്ന് പതുക്കെ പോ. ശോ, ഈ കുമാരന്റെ ഓട്ടം കണ്ടാൽ കാണുന്നവർ ഓർക്കും പണ്ടത്തെ ഫോറസ്റ്റ് ഓഫീസർ പിന്നെ ഇവിടെ കേറി ഇറങ്ങാൻ തുടങ്ങിയെന്ന്. കുമാര, പതുക്കെ. അയ്യോ, ഇത് കുമാരന്റെ മൊബൈൽ അല്ലേ? കുമാര, എന്താ? തന്നെ ആരെങ്കിലും വിളിച്ചോ? തനിക്ക് മാത്രമേ കുമാര എന്ന് പേരുള്ളോ? എപ്പ നോക്കിയാലും തെങ്ങിന്റെ മണ്ടല. കുമാര, ഷോ, ഇനി കൊട്ടാരത്തിലെ ലാൻഡ് ഫോണിലേക്ക് ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? ഹായ്, എന്റെ പടം മൊബൈലിൽ. ഒന്ന് നോക്കട്ടെ. മാനിന് കാടിവെള്ളം കൊടുക്കുന്ന ഫോട്ടോ. മുയലിന് ഞാൻ പുല്ല് പറിച്ചിട്ട് കൊടുക്കുന്നത്. ഈ കുമാറിന് ആളെ കൊള്ളാല്ല. ജയന്തി, ത്രിസന്ധ്യ കഴിഞ്ഞിട്ടും ആശ്രമത്തിൽ തിരിഞ്ഞളിക്കാതെ നീ എന്താലോചിച്ചു നിൽക്കുകയാ? എന്താണ് അവൾക്ക് സംഭവിച്ചത്? ജയന്തി, ജയന്തി! അശ്രദ്ധയും അലസതയും നിന്നിൽ എവിടെ നിന്ന് കടന്നുകൂടി? പറയാൻ. അരുത്, എന്നോടൊന്നും ചോദിക്കരുത്. എങ്കിൽ നിന്നെ ഞാൻ ശപിക്കാൻ പോകുന്നു. അരുതേ, അരുതേ. പണ്ടേ പോകാൻ. ഈ ആശ്രമത്തിന്റെ പവിത്രത നീ കളഞ്ഞു. കണ്ടില്ലേ അപശകനുമായി വണ്ട് ത്രിസന്ധിക്ക് വന്ന് കയറിയത്? പോവണ്ടേ? പോകാൻ പോകില്ലല്ലേ? ഇലചുരുട്ടിപ്പുഴു, കൊമ്പൻ ചെല്ലി, പാറ്റ, പഴുതാര, ക്ഷുദ്രജീവികൾ ഏതുമാകട്ടെ, ഇവൻ തന്നെ കേമൻ. ഈ അച്ഛൻ എന്താ കണ്ണ് കണ്ടൂടെ? അതെന്റെ ബോഡി സ്പ്രേയാ. മാറി നിൽക്ക്, നിന്നെ ഞാൻ ശപിക്കുന്നു. ഇപ്പോൾ ഈ ആശ്രമങ്ങളത്തിൽ നീ ആരെ ഓർത്തു നിന്നോ അവൻ ആരെ ഓർത്തു നിന്നോ അവൻ ജന്നി വന്ന് മരിക്കട്ടെ. ജന്നിയോ? അതെ, അപസ്മാരം. ഈ ശാപം പിൻവലിച്ചില്ലെങ്കിൽ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. ഇല്ല, നീ മനസ്സിലോർത്തയാൾ ജന്നി വന്ന് മരിക്കും, മരിക്കും, മരിക്കും. എന്നാ പിന്നെ നിങ്ങൾ മരിക്കട്ടെ. കുമാരൻ മറന്നിട്ട് പോയ ഈ മൊബൈലിൽ അച്ഛൻ തപസ് ചെയ്യുന്ന ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ അച്ഛനെ മാത്രം ഓർത്തിരിക്കുകയായിരുന്നു. എന്താ? അച്ഛനെ മാത്രം ഓർത്തിരിക്കുകയായിരുന്നു. ഈ 14 ലോകവും ചുറ്റി സഞ്ചരിച്ച് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 14 ലോകവും? അത് ഞാൻ ചുമ്മാ കണക്കൊപ്പിച്ചങ്ങ് പറഞ്ഞതാ. അച്ഛനും ഇതേ നുണ തന്നെയാ എല്ലാരോടും പറയുന്നേ. പക്ഷേ കുമാരി എന്നോട് നുണ പറയരുത്. സത്യം പറ, കുമാരിക്ക് എന്നെ ഇഷ്ടമായോ? டெர 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 பைட்டா காதல் இருக்கு நீயும் விட்டு விட்டா பைட்டு பண்ணா ஏறோங்க இருக்கு செல்ஃபி புள்ள கிமியா செல்ஃபி புள்ள கிமியா let's take a selfie புள்ள கிமியா செல்ஃபி புள்ள கிமியா let's take a selfie புள்ள ചിരിക്ക് ചിരിക്ക് ചിരിക്ക്. selfie புள்ள. അയ്യോ, ബാറ്ററി തീരാറായി. ജയന്തി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. മടക്ക യാത്രയിൽ എന്നെ അനുഗമിച്ചാൽ കൊട്ടാരത്തിലുള്ള സർവ്വ സുഖ സൗകര്യങ്ങളും ഞാൻ ജയന്തിക്ക് തരാം. അരുത് കുമാര, ഈ കാടും ഇവിടുത്തെ ഈ പ്രകൃതിയും ഉപേക്ഷിക്കാൻ ഈ പാവം മുനിപ്പെണ്ണിനെ നിർബന്ധിക്കരുത്. നിർബന്ധിച്ചാൽ എന്റെ സ്വഭാവത്തിന് ഞാൻ കൂടെ ഇറങ്ങി അങ്ങ് വരും. പോന്നോളൂ. എനിക്ക് അച്ഛനോടൊന്ന് ആലോചിക്കണം. എന്താ തുമ്മണോ? ആക്ച്വലി അച്ഛനിപ്പോ എവിടെ പോയി? ഓ, എന്ന് അച്ഛൻ രാവിലെ ക്ഷേത്രത്തിൽ പോയതാ. ഇനി വൈകിട്ടേ വരൂ. അത്രയ്ക്ക് ഭക്തിയാണോ അച്ഛന്? ഏയ്, അച്ഛൻ അവിടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന ജോലിയാ. കട അടയ്ക്കുമ്പോ രാത്രിയാവും. ഏതായാലും ക്ഷിപ്ര ഗോപിയും ക്ഷിപ്രപ്രസാദിയുമായ കെ ഗോപി വരുമ്പോൾ കൊട്ടാരം വരെ ഒന്ന് വരാൻ പറയണം. എന്തിനാ?
അച്ഛന് പട്ടുമടയും കൊടുക്കാനാ? അല്ല, കൊട്ടാരത്തിനൊരു പുതിയ പട്ടിയെ വാങ്ങിച്ചിട്ടുണ്ട്. അത് പരിചയമില്ലാത്തവരെ കണ്ടാ കടിക്കുമോന്നറിയാനാ. അരുത്, എന്നെ ഗുണദോഷിക്കാനും ശകാരിക്കാനും ഈ ലോകത്ത് അച്ഛൻ മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ഫ്രീ ആയി. നമുക്ക് അടിച്ചു പൊളിക്കാം. പ്രിയേ, എങ്കിൽ നമുക്ക് ആ കുളത്തിൽ പോയി മുങ്ങി കുളിക്കാം. അയ്യോ വേണ്ട, ആ കുളത്തിൽ മനുഷ്യനെ തിന്നുന്ന ഫിസുകളുണ്ട്. എന്ത് ഫിസുകളോ? 7 ശാസ്ത്രങ്ങളും 16 വേദങ്ങളും കോപ്പിയടിച്ചു പഠിച്ച ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഗോപിയുമായ കെ ഗോപിയുടെ മകൾ വിദ്യാഭ്യാസമില്ലാത്തവരെ പോലെ മീനിന് ഫിസ് എന്ന് പറയരുത്. പിന്നെ സ്വിഫ്റ്റ്. അങ്ങനെ വേണം പറയാൻ. ഈ അറിവിന് മുൻപിൽ ഞാൻ സാഷ്ടാംഗം പ്രസവിക്കുന്നു. പ്രിയേ, മടക്കയാത്രയ്ക്ക് ഞാൻ ഒരുങ്ങട്ടെ. പോകുന്നത് ഇല്ല, നമ്മുടെ കൊട്ടാരത്തിൽ ആകെ ഒരു കുതിരയേ ഉള്ളൂ. എങ്കിൽ പിന്നെ അതിനെ കൊണ്ടുവരായിരുന്നില്ലേ? എങ്ങനെ കൊണ്ടുവരും? കുതിരയ്ക്ക് ഇന്നൊരു കല്യാണോട്ടം കിട്ടി, അതിന് പോയിരിക്കുക. ഇന്ന് നടന്ന് എന്റെ ഊപ്പാട് വരും. ഞാൻ പോട്ടെ. കുമാരിയെ കാണാൻ വീണ്ടും ഞാൻ ഈ കാട്ടിലേക്ക് വരും. ഇപ്പോൾ ഞാൻ പോട്ടെ. ഇനി സലാം അറേബ്യയുടെ വേദിയിൽ ചിരിയുടെ വസന്തമാണ്. ചിരിക്കാൻ കൊതിക്കുന്ന ഏവർക്കും സുപരിചിതമായ നാമം രമേശ് പിഷാരടി. ഒപ്പം സഹയാത്രികൻ ധർമ്മജനും ചിരിലോകത്തെ പെൺപെരുമ സുബിയും. ഇവർ മൂവരും ചേർന്ന് ഒരുക്കുന്ന ചിരിക്കാഴ്ച ഇതാ നിങ്ങൾക്കായി. സൂപ്പർ ഹിറ്റ് പുണ്യ പുരാണ പരമ്പരകളായ കുചേല വൃത്തം, കുചേല ചതുരം, കുചേല ത്രികോണം എന്നിവയ്ക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ പരമ്പര വെറുതെ ഒരു ശാപം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശാകുന്തളം എന്ന കഥയുമായി എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അത് വെറും യാദൃശ്ചികം മാത്രം. മറക്കാതെ കാണുക വെറുതെ ഒരു ശാപം. കാലിൽ മുള്ളു കൊണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ അച്ഛനോട്, മീൻ കഴിച്ചിട്ട് മുള്ളു മുറ്റത്ത് കൊണ്ടിടരുതെന്ന്. രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കണേ. ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ അയത്തമാക്കിയവനാണെന്ന്? ആര് പറഞ്ഞു? ഞാൻ കണ്ടതല്ലേ, ദൂരെ കൂടി അങ്ങ് മെല്ലെ മന്ത്രം ഉരുവിട്ടുകൊണ്ട് വരുന്നത്. അത് മന്ത്രം ഉരുവിട്ടോണ്ട് വന്നതല്ല, പിന്നെ ഞാനൊരു ബബിൾഗം ചവച്ചതാ. ഭവതി മുള്ളുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ഏതോ ഉഗ്രവിഷമുള്ള പാമ്പ് ഫണം വിടർത്തി കൊത്തിയതാണെന്ന്. എനിക്ക് പാമ്പിനെ ഒന്നും ഭയമില്ല. ഭയമില്ലെന്നോ? അതേന്നേ, കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കുന്ന പണി എന്റെ അച്ഛൻ അറിയാന്നേ. എന്നാ പേടിക്കാനില്ല. പക്ഷേ ഇപ്പൊ അച്ഛൻ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്താറില്ല. അതെന്താ? ഒരിക്കലേ കടിച്ച പാമ്പിനെ അച്ഛൻ വിളിച്ചു വരുത്തി. ആ പാമ്പ് വന്ന് കടിച്ചവനെ 2 കടിയും കൂടെ കടിച്ചു. അച്ഛനെ കടിക്കാൻ 4 കിലോമീറ്റർ ഓടിക്കുകയും ചെയ്തു. കടിച്ചതേത് പാമ്പാ? നീർക്കോലി. വിളിച്ചു വരുത്തിയതോ? അണലി. ഉയ്യോ, ഈ ആശ്രമത്തിൽ പാമ്പ് വരേണ്ട കാര്യം? അച്ഛനില്ലാത്തപ്പോ എലി വരും. എലിയെ പിടിക്കാനാ പാമ്പ് വരുന്നേ. അപ്പൊ അച്ഛനുള്ള പേലി വരൂല്ലേ? ഇല്ല. കാരണം അച്ഛന് പൂച്ചക്കണ്ണ, അത് കാണുമ്പോ എലിക്ക് പേടിയാ. വന്യമൃഗമായ എലിയെ പോലും പേടിപ്പിക്കുന്ന ജയന്തിയുടെ അച്ഛന്റെ പേര് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ കെ ഗോപി. കെ ഗോപി? ആ, കാട്ടുപറമ്പി കൃഷ്ണന്റെ മകൻ ഗോപി. അപ്പോൾ ഗോമ? അല്ല, അമ്മ. അമ്മ പണ്ടൊരു രാത്രിയിൽ പറക്കമുറ്റാത്ത എന്നെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് നാടിനെ നടുക്കിയ ഒരു ഉരുൾപൊട്ടലിൽ കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്നെ രക്ഷിക്കാൻ പറ്റിയ സമയമാ. അയ്യോ, ഈ കുമാരിയെ രക്ഷിക്കണേ, ഈ കുമാരിയെ രക്ഷിക്കണേ. കുമാരി, നിൻ കാലിൽ മുള്ളുകൊണ്ട് കേറി നിൽക്കുന്നത് കുമാരി. അത് കണ്ടു ദൂരെ നിന്ന് ഓടി വന്നത് കുമാരി. നീ ഒറ്റക്കാലിൽ നിന്ന് ആടുതേ. ഓ, ഈ മുടിഞ്ഞ പാട്ടൊന്ന് നിർത്തിട്ട് മുള്ള നിർത്തി തരുന്നുണ്ടോ? സോറി, ഞാൻ സഹായിക്കാം. അയ്യോ അയ്യോ, വേദനിക്കുന്നു. കുഴപ്പമില്ല, കെട്ടിപ്പിടിച്ച് നിന്നാ മതി. എന്റെ ഈശോയെ, ഇപ്പഴാ ആശ്വാസമായത്. കുട്ടിക്ക് ആശ്വാസമായി, എനിക്ക് വിശ്വാസമാകുന്നില്ല. ഈ കാനനപാതയുടെ പുറംപോക്കിൽ ആശ്രമം തീർത്ത നീ ആരെന്ത്? നിന്റെ പേരാണ്? അല്ല, നീ ആരാണ്? നിന്റെ പേരെന്ത്? ഞാൻ ജയന്തി. വീട്ടിൽ വിളിക്കുന്ന പേര് തങ്കമ്മ. നാട്ടുകാർ വിളിക്കുന്നത് പറയണമെന്നില്ല, ഞാൻ ജയന്തി എന്ന് തന്നെ വിളിച്ചോളാം. ഈ മുനികുമാരിയുടെ ആശ്രമാങ്കണത്തിലെത്തിയ നിങ്ങളുടെ പേര്? ഞാൻ ഉന്നത കുലജാതനും ആയോധന കലകളിലൂടെ നാട്ടുരാജാക്കന്മാരെയും ഇടപ്രഭുക്കന്മാരെയും അമ്പരിപ്പിക്കുന്ന പൊടിമോൻ. എനിക്കറിയാം, അങ്ങ് മന്ത്രതന്ത്രങ്ങൾ